അങ്ങനെ യാത്ര പറയാൻ സമയമായി. യൂറോപ്പിലുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങാണ്. കൊണ്ടുപോകുന്ന പെട്ടികളിലൊക്കെ അവസാന ഘട്ട പാക്കിങ്ങിലായിരുന്നു ഞാൻ അമ്മയും കൂടി. ഇതിന്റെ ഇടയിൽ ഞങ്ങളുടെ വണ്ടി നാശായിരിക്കുന്നുണ്ട്. ചേട്ടൻ പോയി ചാണ്ട് കൂട്ടുകാരൻ എന്നിട്ട് റെന്റിനുള്ള കാർ സെറ്റാക്കി കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി ഇറങ്ങണേക്കാളും മുന്നേ നമ്മുടെ മഞ്ചാടിയുടെ കൂടെ കുറച്ചു നേരം പോയിരുന്ന് കളിച്ചു. അവൾക്ക് 2 ദിവസമായിട്ട് തീരെ വയ്യാത്തോണ്ട് ചേച്ചിക്ക് അവൾക്കും ഞങ്ങളുടെ കൂടെ എയർപോർട്ടിൽ വരാൻ പറ്റില്ല. നമ്മളെ എബ്രോഡ് പോകുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിലെ വിഷമം വീട് വിട്ട് പോണതായിരിക്കില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെ പോലെ ആൾക്കാരില്ലല്ലോ എന്നുള്ളതായിരിക്കും നമ്മുടെ ശരിക്കുള്ള വിഷമം. എത്രയൊക്കെ സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടുകാരെ പോലെ ആവില്ലല്ലോ. അങ്ങനെ കാറിൽ കയറി ഞങ്ങൾ എല്ലാവരും യാത്ര തിരിച്ചു. നേരെ പോകുന്നത് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. പണ്ട് ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ഏറ്റവും കൂടുതൽ ആളുകളുടെ വിഷമം കണ്ടിട്ടുള്ളത് ഹോസ്പിറ്റലുകളും പിന്നെ എയർപോർട്ടുകളായിരിക്കുന്നത്. പിന്നെ എല്ലാ വീട്ടുകാരും ചെയ്യുന്ന പോലെ ചിരിച്ച മുഖത്തോടു കൂടി എന്നെ ഒരു യാത്ര പറഞ്ഞേൽപ്പിച്ചു. അല്ലെങ്കിലും നമ്മൾ കരഞ്ഞതുകൊണ്ട് ഈ ലോകത്തൊന്നും മാറാനൊന്നും പോകണില്ലല്ലോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ എയർപോർട്ടിൽ കയറി എന്റെ ഫ്ലൈറ്റുള്ള സമയത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ചേട്ടൻ എന്നെ കണ്ട് അമ്മയുടെ കാര്യം ചോദിച്ചു. കാരണം മുടങ്ങാതെ നമ്മുടെ യൂട്യൂബ് കുടുംബത്തിന്റെ യാത്ര ഫോളോ ചെയ്യുന്ന ഒരു അംഗമായിരുന്നു ആ ചേട്ടനും. അങ്ങനെ ലഗേജ് ഒക്കെ കൊടുത്ത് അവസാനം ഫ്ലൈറ്റിൽ കയറി. അപ്പൊ കുറച്ചു കാലത്തേക്ക് നമ്മുടെ സ്വന്തം കേരളത്തിനോട് അവസാനം ഒരു ഗുഡ് ബൈ പറയാനുള്ള സമയമായി. ഇനി ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നാളെ രാവിലെ നമ്മൾ പുതിയൊരു രാജ്യത്തായിരിക്കും. അപ്പൊ ശരിട്ടാ.